മലയാള സിനിമയിൽ റീസെൻ്റ് ആയിട്ട് വലിയ വിജയം കൈവരിച്ചൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു അലിഗേഷൻ, അതായത് മണി ലോണ്ടറിങ് അലിഗേഷൻ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബോക്സ് ഓഫീസ് കളക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ പറ്റുമോ? ഇതിൽ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലുള്ള ഇല്ലീഗൽ ബ്ലാക്ക് മണി ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഏജൻസിനെ ഏൽപ്പിക്കുകയും ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇവർ കോളേജ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിനെ ആയിരിക്കും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. തിയേറ്റേഴ്സുമായിട്ട് ഏജൻസി കണക്ട് ചെയ്തുകൊണ്ട് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയും ഫ്രീ ആയിട്ട് പിള്ളേരെ, സ്കൂൾ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് സിനിമ കാണാൻ വിടുകയും ചെയ്യും. സിനിമയുടെ തിയേറ്റർ ലൈഫ് തീരുന്നതിന് മുമ്പ് തന്നെ ഈ ബ്ലാക്ക് മണി വൈറ്റായി മാറുകയും ചെയ്യും. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് തിയേറ്റർ ഓണേഴ്സിൻ്റെ ഷെയർസ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഷെയർസ്, പിന്നെ പ്രൊഡ്യൂസറിൻ്റെ ഷെയർ എന്നാണ്. ഇതിൽ നോർമലി ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സിനൊക്കെ നോർമലി തിയേറ്റേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. സോ ഇതിൻ്റെ 3 സ്പ്ലിറ്റും വരുന്നത് പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ്. ഇതിൽ മെയിനായിട്ടൊരു ടാക്സ് മാത്രമാണ് ഇവർ കയ്യിൽ നിന്നും പോകുന്ന എമൗണ്ട്. സോ മെയിൻലി ഒരു 90% അല്ലെങ്കിൽ 80% എമൗണ്ടും ഇതിനകത്ത് വൈറ്റ് മണിയായി മാറുകയാണ്. അപ്പോൾ നമുക്കൊരു തിയേറ്ററും അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും ഉണ്ട്, നമ്മളൊരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറേ കൂടി എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും.